ഒറ്റപ്പാലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഭാരതപ്പുഴ ഒഴുകണത്. ആ പുഴയുടെ അപ്പുറത്ത് മായന്നൂർ എന്ന് പറയും. ഈ മായന്നൂർ ഭാഗത്തായിട്ടാണ് പുഴയിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ആ തടയണയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നാലുള്ള ഒരു കൗതുകം എന്താ വെച്ചാൽ, ഈ ട്രെയിൻ ഈ ഭാരതപ്പുഴയുടെ തീരത്തുകൂടെയാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുഴ നമുക്ക് ദൃശ്യവും നമുക്ക് കാണാൻ പറ്റും ട്രെയിനിലിരുന്നു കൊണ്ട് തന്നെ. അത്ര തീരത്തോട് കൂടിയിട്ടാണ്. പണ്ടൊക്കെ ഞാൻ മുമ്പൊരിക്കൊക്കെ പോകുന്ന കാലത്ത് തുടർച്ചയായിട്ട് പുഴ കാണാം. ഇപ്പം എന്താ വെച്ചാൽ ഈ റെയിലിൻ്റെയും പുഴയുടെ ഇടയിൽ ധാരാളം മരങ്ങൾ വന്ന് നിൽക്കണ കാരണം അങ്ങനെ ശരിക്കും അങ്ങോട്ട് എല്ലാ സ്ഥലത്തും പുഴ കാണാൻ പറ്റില്ല. അല്ല, അവിടെ പുൽമൈതാനം പോലെ കാണാനില്ലേ, അത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയിൽ ഇപ്പോൾ മേടമാസമാണ്, വെള്ളമില്ല, വെള്ളം വറ്റിക്കിടക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലുള്ള തടയണകളിൽ മാത്രമാണ്. പിന്നെ അത് ചില നീരറിവ് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. പൊതുവിൽ ഭാരതപ്പുഴ വേനൽക്കാലത്ത് വറ്റി വരണ്ട് കിടക്കും. കാരണം ഏറ്റവും വലിയൊരു പുഴയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളത് ഈ പുഴയിലാണത്രേ. ആ ഡാമുകളുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ പെരിയാറിലെ ഡാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവയും ഈ വൈദ്യുതി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വൈദ്യുതിയുടെ ഇതിനെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വെള്ളം പുഴയിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ ഭാരതപ്പുഴയിലെ കഥ അങ്ങനെയല്ല. അവിടെ എന്താ വെച്ചാൽ മിക്കവാറും കൃഷി ആവശ്യത്തിനാണ് ഡാമുകൾ, മലമ്പുഴ പോലുള്ള വലിയ ഡാമുകൾ. അപ്പോൾ വെള്ളം അവിടെ കെട്ടി നിൽക്കും. അതിൽ കനാലിൽ കൂടെയാണ് പോവുക, വീണ്ടും അത് പുഴയിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഈ ഭാരതപ്പുഴ ഇങ്ങനെ വറ്റിപ്പോയെന്ന് ഇങ്ങനെ അതിൻ്റെമായി ബന്ധപ്പെട്ട വലിയ വലിയ ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണത്. പിന്നെ ഈ പാലക്കാട് ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പാലക്കാടിന് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും മാറ്റവും വന്നിട്ടില്ല. ഏറ്റവും വലിയ മാറ്റം എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പച്ചപ്പ്, പൊതുവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ഈ വേനൽ മഴ ധാരാളമായിട്ട് കിട്ടിയത് കൊണ്ട് മൊത്തത്തിലൊരു പച്ചപ്പ്, കേരളത്തിൻ്റെ ഒരു ഒരു ഭംഗി, ഒരു സൗന്ദര്യമാണല്ലോ ഈ പച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് അങ്ങേ അകലെ ഈ മലകൾ കാണാം, താഴെ ഈ നെൽപ്പാടങ്ങൾ, കൊയ്തൊഴിച്ച നെൽപ്പാടങ്ങൾ കാണാം. ഈ കണ്ടങ്ങളൊക്കെ ഏത് കാലത്തും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പാലക്കാട്. മറ്റ് പല സ്ഥലത്ത് കൂടിയൊക്കെ പോകുമ്പോൾ കണ്ടങ്ങളൊക്കെ ബിൽഡിങ്ങുകൾ പണിത് വികൃതമാക്കിയിട്ടുള്ളത് കാണാം. നമ്മൾക്ക് ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ പണിയുന്ന അങ്ങനെ വികൃതമായിട്ട് വികൃതം എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. ഇപ്പോൾ എന്തായാലും ട്രെയിനൊന്നും വേഗത കുറച്ചുണ്ട്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ സ്റ്റേഷനിൽ ഇവിടെ നിർത്തലൊന്നുമില്ല. ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ കയറിയിരുന്നതാണ്. ഇനിയിപ്പോൾ ഒലവക്കോട്, അതായത് പാലക്കാട് ജംഗ്ഷനിൽ ചെന്നാൽ മാത്രമാണ് ഇനി നിൽക്കുക. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ഒരു മേടം പച്ചക്കൊടിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ലക്കിടിയാണ്. അപ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞു, ലക്കിടി കഴിഞ്ഞു, അങ്ങനെ അതിവേഗത്തിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇത്രയൊന്ന് സ്ലോ ആയത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ കണ്ടങ്ങൾക്കൊക്കെ അതിരിട്ടിട്ട് ഈ വരമ്പുമ്മിലൊക്കെ കുറേ കാലങ്ങളായിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ധാരാളം കരിമ്പനകളാണ്. കരിമ്പന, പാടം, കണ്ടം, കരിമ്പന, അതിനപ്പുറത്ത് മാമല, വലിയ മലകൾ, സഹ്യാദ്രിയുടെയൊക്കെ ഒരു ഭാഗമാണ് ഈ മലകൾ. ഇതായിരുന്നു പൊതുവിലുള്ള പാലക്കാടൻ കാഴ്ച. അതിലിപ്പോൾ ഈ കണ്ടങ്ങൾ, ഈ നെൽകൃഷി, നെൽപ്പാടങ്ങൾ അതൊന്നും ഒഴിവായിട്ടില്ല, അപ്പുറത്തുള്ള മല ഒഴിവായിട്ടില്ല. പക്ഷേ ഈ കരിമ്പനകൾ തെങ്ങിന് വഴിമാറി എന്നൊരു തോന്നലുണ്ട്. മിക്ക സ്ഥലത്തും ഇപ്പോൾ തെങ്ങാണ് സമൃദ്ധിയായിട്ടുള്ള കാഴ്ച. കരിമ്പനയോട് ഒന്ന് വിട പറയുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്നാലും ഈ പച്ചപ്പും സൗന്ദര്യം കാണുമ്പോൾ ഉള്ളൊരു ഇത് ആലോചിച്ച് പറയാൻ, അത് അധികം ആലോചിക്കാതെ പറയാവുന്നത്, അവിടെ ഒരു അമ്മായി വിറക് ശേഖരിക്കുകയാണ്. നമ്മുടെ ഒരു ഗ്രാമീണ കാഴ്ചകളിൽ ഇന്നും അപൂർവമായിട്ടുള്ള ഒന്നാണല്ലോ ഈ വിറക് ശേഖരണം. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ ഈ ലോകത്തുള്ള ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും കിടപിടിക്കുന്ന ഭൂപ്രകൃതിയും ഇതാണ് നമ്മുടെ കേരളം. പക്ഷെ എന്താ വെച്ചാൽ ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരിലായാലും സ്വിറ്റ്സർലൻഡിലായാലും മൂന്നാറിലായാലും അനുഭവപ്പെടുന്ന തണുപ്പ് നമ്മുടെ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ സഞ്ചാരികൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഈ മേടച്ചൂടെന്നൊക്കെ പറഞ്ഞ് ഉരുകി ഒലിക്കുന്ന അന്തരീക്ഷമാണ്. അല്ലാണ്ട് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഈ ഭാഗങ്ങളോടൊന്ന് കിടപിടിക്കാവുന്ന, അല്ലെങ്കിൽ ഏത് ഭൂപ്രദേശങ്ങളോട് കിടപിടിക്കാവുന്ന വീണ്ടും നമ്മുടെ പുഴ ഇടയിലൊന്ന് വന്ന് മറിഞ്ഞു പോയതിനിടയിൽ ഒരു സ്റ്റേഷൻ കടന്നുപോയി. ലക്കിടിയാണെന്ന് എനിക്ക് തോന്നുന്നു. വായിക്കാൻ പോലും പറ്റിയില്ല, അത്ര വേഗത്തിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ പാലക്കാട്ടേക്കുള്ള ഒരു യാത്ര ട്രെയിനിൽ ഈ പുഴയും ഈ നെൽപ്പാടങ്ങളും
അതുപോലെ ഈ മാമലകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത് നിസ്സാര ചിലവിൽ നമുക്ക് നടത്താവുന്ന ഒരു കാര്യമാണ്. ഒരു 50 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്താൽ സുഖമായിട്ട് ഇതിലിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ. ഇപ്പോൾ റിസർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 100 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ കാല് നീട്ടിയിരുന്ന് ജനലിനടിയിൽ ഒരു സീറ്റും പിടിച്ചാലേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വലിയ ആവശ്യമൊന്നുമില്ലാത്തൊരു യാത്ര എന്നുള്ള നിലയിലോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പുഴ വീണ്ടും സൈഡ് വലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചത്